പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെയും മതബോധന പഠനക്കളരിയിൽ 985 എപ്പിസോഡാണിത്. എല്ലാവർക്കും സ്വാഗതം. സ്നേഹമുള്ളവരെയും നമ്മൾ പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. നമ്മൾ സീറോ മലബാർ സഭയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന തുടരുന്നു. കാരണം സീറോ മലബാർ സഭയുടെ പ്രധാന തീരുമാനങ്ങൾ എടുക്കേണ്ട ദിവസങ്ങളാണ്. സിനഡിൽ പ്രധാന തീരുമാനങ്ങളെല്ലാം എടുക്കുന്ന ദിവസങ്ങളാണിപ്പോൾ. നമുക്ക് വളരെ എളിമയോടും ഉറപ്പോടും കൂടെ ഭഗ്നാശരാകാതെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട്, പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ാവാം പാവനാത്മാവേ എന്നുള്ള ഗാനം ആലപിച്ചുകൊണ്ട് പാടാം. ദ ക്രിയേറ്റർ സ്പിരിറ്റ്. പാവനാത്മാവേ ഇവരിൽ വരേണേ, പ്രസാദം തരേണേ. നായകൻ നീയേ, കിന്നരദാനം നീയേ, നിന്റെ വിധുവും തീനാവും തൈലവും നീയേ. വചസുകൾ നാവിൽ നിത്യം തൂവിത്തരുന്നതും നീയേന്ദ്രിയങ്ങൾ ചലിച്ചിടുന്ന നേരം ഇവത്തിൻ സ്നേഹിയിൽ മൂളും ഞങ്ങൾ ശാന്തഗീതങ്ങളും പാടും. മന്ത്രികാങ്കുലിയാൽ തൊടുമ്പോ ഇരുന്നതെല്ലാം ഒളിക്കും. ജീവചൈതന്യം തുടിക്കും. ജീവിത വീതിയിൽ നിന്നാ ഞങ്ങൾ തകർക്കാൻ ദൈവത്തെയും പുത്രനെയും നിന്നിലൂടറിയുന്നു ഞങ്ങൾ. അവരുടെ ആത്മാവാം വിശ്വസിച്ചിടും ഞങ്ങൾ. മൂന്നാമനാമേക്കും ായിരിക്കട്ടെ എന്നും സ്തുതിയായിരിക്കട്ടെ, സ്തുതിയായിരിക്കട്ടെ, സ്തുതിയായിരിക്കട്ടെ. എല്ലാവരും പ്രവചനത്തിനായിട്ട് ദാഹിക്കണം. അഭിഷേകം വരുന്നു, അഭിഷേകം വരുന്നു, അഭിഷേകം വരുന്നു. കരമിക്കിര 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 ലബറമക്കൂറ ഹീരിയലബറമക്കൂറ ഉറുലബിയലമക്കൂറ ഹീരിയലബറമക്കൂറ. ഞാൻ അരുളി ചെയ്തിട്ടുള്ളത് ഞാൻ തന്നെ നടത്തും. ഞാൻ അരുളി ചെയ്തിട്ടുള്ളത് ഞാൻ സംഭവിപ്പിക്കും.
ഞാനാണ് അരുളി ചെയ്തത്, ഞാനത് നടത്തും. മകനെ, മക്കളെ, ധൈര്യമായി എൻ്റെ ശബ്ദം പ്രഖ്യാപിക്കുവിൻ, എൻ്റെ ശബ്ദം പ്രഖ്യാപിക്കുവിൻ. എൻ്റെ ശബ്ദം നിങ്ങളുടെ അധരങ്ങളിലൂടെ ഞാൻ പ്രഖ്യാപിക്കുമ്പോൾ അത് നടപ്പാക്കപ്പെടുന്നു, അത് സംഭവിക്കുന്നു. ഞാൻ അനുഗ്രഹത്തിൻ്റെ കവാടം തുറക്കുന്നു, ഞാൻ അനുഗ്രഹത്തിൻ്റെ കവാടം തുറക്കുന്നു, ഞാൻ അനുഗ്രഹം വർഷിക്കുന്നു. ഞാനാണ് അനുഗ്രഹം. സകലത്തിൻ്റെയും ജന്മം നൽകുന്നത് ഞാനാണ്, സകലത്തെയും പരിപാലിക്കുന്നത് ഞാനാണ്. ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു, ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു, ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകുന്നു. ശലവക്കാര വക്കീര, മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകുന്നു. സഭയ്ക്ക് വിശ്വാസത്തിൻ്റെ പുത്തൻ മക്കളെ നൽകുന്നു. സഭയിൽ വിശ്വാസത്തിൻ്റെ പുത്തൻ മുളകളും ഞാൻ തുടിപ്പിക്കുന്നു. മുളകൾ, പുത്തൻ മുളകൾ. എൻ്റെ ജനമേ, എന്നിലൂടെ സഭയിൽ വലിയ കാര്യങ്ങൾ നിങ്ങളിലൂടെ സഭയിൽ വലിയ കാര്യങ്ങൾ ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നു. പ്രവചനങ്ങളിലൂടെ നിങ്ങളിലൂടെ ഞാൻ വലിയ കാര്യങ്ങൾ നടത്തുന്നു. ഞാൻ നൽകുന്ന പ്രവചനങ്ങൾ നിങ്ങൾ വിശ്വസിക്കുകയും അത് നിങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ സഭ മുഴുവനിലും വലിയ കാര്യങ്ങൾ സംഭവിക്കും. എൻ്റെ അത്യഗ്രാഹ്യമായ ജ്ഞാനവും എൻ്റെ അത്ഭുത സിദ്ധികളും ഞാൻ ഇതാ പകരുന്നു. നിങ്ങളിലൂടെ ഞാനത് പ്രസരിപ്പിക്കുന്നു. നിങ്ങളുടെ ആത്മാവിലൂടെ എൻ്റെ അത്ഭുത വരദാനങ്ങൾ ഞാൻ പ്രസരിപ്പിക്കുന്നു. ശലവക്കീര, റബുലമക്കീര, ഉറുലമക്കീര, കീരമക്കീര ലബാല. ഞാനാകുന്നു എല്ലാ രഹസ്യങ്ങളുടെയും ഉറവിടം. പ്രത്യേകിച്ച് വിശ്വാസത്തിൻ്റെ രഹസ്യങ്ങൾ, കുദാശകളുടെ രഹസ്യങ്ങൾ, രക്ഷാകര രഹസ്യങ്ങൾ സഭയുടെ കുദാശകളിലൂടെ ഞാൻ നൽകുമ്പോൾ അത് ഉൾക്കൊള്ളാനുള്ള ജ്ഞാനവും ഉൾക്കാഴ്ചയും അതും കൂടി ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. അത് ഉൾക്കൊള്ളാനും അതിൽ വിശ്വസിക്കാനും ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. എന്നിലൂടെ ഒഴുകുന്ന പ്രസാദപരം, വിശുദ്ധ കുദാശകളിലൂടെ നൽകുന്ന പ്രസാദപരത്തിന്റെ വിസ്മയനീയമായ വ്യാപ്തി ഇതാ ഞാൻ നിങ്ങളിൽ തുറക്കുന്നു. പലർക്കും അറിയില്ല, അത് വേണ്ടത്ര അറിയില്ല. എന്നാൽ നിങ്ങൾ ഇക്കാലം അത്രയും ഈ രഹസ്യങ്ങളെ ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ ഞാൻ അത് കൂടുതലായി തുറക്കുന്നു. അതേ, ഉള്ളവന് കൂടുതൽ നൽകപ്പെടും, ഉള്ളവന് കൂടുതൽ നൽകപ്പെടും, ഉള്ളവന് കൂടുതൽ നൽകപ്പെടും. ആമേൻ, 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 ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, പ്രൈസ് യു ജീസസ്. നമുക്ക് നന്ദിയോടെ സ്തുതിച്ച് പ്രാർത്ഥിച്ച് സ്വീകരിക്കാം. അതോടൊപ്പം കർത്താവ് അടയാളം നൽകുന്നു. ഈ പ്രവചനത്തിൻ്റെ അടയാളം നൽകുന്നു. ഗർഭപാത്ര സംബന്ധമായ അസുഖം, ഗർഭപാത്ര സംബന്ധമായ അസുഖം കർത്താവ് സുഖപ്പെടുത്തുന്നു. ഗർഭപാത്ര സംബന്ധമായ അസുഖം കർത്താവ് സുഖപ്പെടുത്തുന്നു. ഒരുപക്ഷേ തുടർച്ചയായുള്ള ബ്ലീഡിങ്, എത്ര മരുന്ന് കഴിച്ചിട്ടും മാറാതെ തുടർച്ചയായുള്ള ബ്ലീഡിങ്
ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണെന്ന് തോന്നുന്നു. അത് കർത്താവ് സുഖപ്പെടുത്തുന്നു. കർത്താവ് അത് ഇന്ന് തന്നെ നിർത്തുന്നു. ഇത് നിങ്ങൾ കേൾക്കുന്നവർ, അങ്ങനെ രോഗമുള്ളവർ, അതനുഭവം ആകും. ഇത് കേൾക്കുന്നവരിൽ ആർക്കെങ്കിലും അങ്ങനെ തുടർച്ചയായ ബ്ലീഡിംഗ് ഉണ്ട്, എന്നാൽ ഇത് കേൾക്കുമ്പോൾ അത് നിൽക്കും. അങ്ങനെയുള്ളവർ ഉടനെ അത് എന്നെ ഇൻഫോം ചെയ്യുക. എൻ്റെ വാട്സപ്പ് നമ്പർ 00919447196033. അതൊരടയാളമാണ്. അവൻ അടയാളങ്ങൾ കൊണ്ട് അവർ അരുളി ചെയ്തവ സ്ഥിരീകരിച്ചു. പ്രൈസ് ദി ലോർഡ്. മറ്റൊന്ന്, ഒരാളുടെ പക്വാരിയലിന് താഴെ വലതുവശത്ത് ശക്തമായ വേദന ഉണ്ടായിരുന്നു. അത് ഇപ്പോൾ സൗഖ്യപ്പെടുത്തുന്നു. മറ്റൊരു സൗഖ്യം, മൂക്കിൽ ദശ വളരുന്നു. അത് കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു. പ്രൈസ് ദി ലോർഡ്. അത് നിങ്ങൾക്ക് സൗഖ്യം കിട്ടുന്നതിന് മാത്രമല്ല, ഈ പ്രവചനങ്ങളിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളുടെയും അടയാളമാണ്. നമ്മൾ പഠനത്തിലേക്ക് പ്രവേശിക്കുന്നു. നമുക്ക് വേഗം ഇന്നത്തെ ക്ലാസ്സിലേക്ക് കയറാം. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് വിശ്വാസത്തിൻ്റെ കൂദാശകളിലേക്കാണ്. CCC 1122, പേജ് നമ്പർ 289. 1122. പാപമോചനത്തിനുള്ള അനുതാപം. അവിടുത്തെ നാമത്തിൽ എല്ലാ ജനതകളോടും പ്രഘോഷിക്കേണ്ടതിന് യേശു അപ്പസ്തോലന്മാരെ അയച്ചു. ലൂക്ക 24:47. പാപമോചനത്തിനുള്ള അനുതാപം അവിടുത്തെ നാമത്തിൽ എല്ലാ ജനതകളോടും പ്രഘോഷിക്കേണ്ടതിന് യേശു തൻ്റെ അപ്പസ്തോലന്മാരെ അയച്ചു. എല്ലാ ജനതകളെയും പഠിപ്പിക്കുവിൻ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവരെ സ്നാനപ്പെടുത്തുവിൻ. മാമോദീസ നൽകുവാനുള്ള ദൗത്യം, അങ്ങനെ കൗദാശികമായ ദൗത്യം സുവിശേഷം പ്രസംഗിക്കുവാനുള്ള ദൗത്യത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ദൈവവചനത്താലും ആ വചനത്തോടുള്ള സമ്മതമാകുന്ന വിശ്വാസത്തിലുമാണ് കൂദാശയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കം നടക്കുന്നത്. ഒന്നുകൂടി വായിക്കാം. എല്ലാ ജനതകളെയും പഠിപ്പിക്കുവിൻ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവരെ സ്നാനപ്പെടുത്തുവിൻ. മത്തായി 28:19. മാമോദീസ നൽകുവാനുള്ള ദൗത്യം, അങ്ങനെ കൗദാശികമായ ദൗത്യം സുവിശേഷം പ്രസംഗിക്കുവാനുള്ള ദൗത്യത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്നു. എന്തെന്നാൽ ദൈവവചനത്താലും ആ വചനത്തോടുള്ള സമ്മതമാകുന്ന വിശ്വാസത്താലുമാണ് കൂദാശയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കം നടക്കുന്നത്. ജീവിക്കുന്ന ദൈവത്തിൻ്റെ വചനത്താലാണ് ദൈവജനം പ്രഥമത ഒരുമിച്ച് കൂട്ടപ്പെടുന്നത്. വചനപ്രഘോഷണം കൂദാശകളുടെ പരികർമ്മത്തിന് തന്നെ ആവശ്യമുള്ളതാണ്. കാരണം കൂദാശകൾ വിശ്വാസത്തിൻ്റെ കൂദാശകളാണ്. അവയുടെ ഉത്ഭവവും പോഷണവും വചനത്തിൽ നിന്നാണ്. 43. പിയോ
4. PO എന്ന് പറയുന്നത് വറ്റിക്കാൻ കൗൺസിലിൻ്റെ വൈദികരെ കുറിച്ചുള്ള പ്രമാണരേഖയാണ്. പ്രസ്ബിറ്ററോറും ഓർഡിനീസ് ഡിക്രി വൈദികരുടെ ശുശ്രൂഷയെക്കുറിച്ചുള്ള ഡിക്രിയിൽ നിന്നെടുത്തിട്ടുള്ളതാണ് അവസാന ഭാഗം. ജീവിക്കുന്ന ദൈവത്തിൻ്റെ വചനത്താലാണ് ദൈവജനം പ്രഥമത ഒരുമിച്ച് കൂട്ടപ്പെടുന്നത്. വചനപ്രഘോഷണം കൂദാശകളുടെ പരികർമ്മത്തിന് തന്നെ ആവശ്യമുള്ളതാണ്. കാരണം കൂദാശകൾ വിശ്വാസത്തിൻ്റെ കൂദാശകളാണ്. അവയുടെ ഉത്ഭവവും പോഷണവും വചനത്തിൽ നിന്നാണ്. അപ്പോൾ ഇവിടെയും ഇതിൽ പാരഗ്രാഫിൽ ആദ്യം തന്നെ പറയുന്നത് ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ അവസാന ഭാഗത്ത് ഈശോ പറയുന്ന വചനമാണ്. പാപമോചനത്തിലുള്ള അനുതാപം അവിടുത്തെ നാമത്തിൽ എല്ലാ ജനതകളോടും പ്രഘോഷിക്കേണ്ടതാണ്. എമാവൂസിലേക്ക് പോയി കഴിഞ്ഞ ശിഷ്യന്മാർ അതിനുശേഷം ഈശോ പറഞ്ഞു, എന്നെക്കുറിച്ച് പ്രവാചകന്മാരിലും സങ്കീർത്തനങ്ങളിലും മോശയുടെ പുസ്തകങ്ങളിലും എഴുതപ്പെട്ടിരിക്കുന്നത് പൂർത്തിയാകണ്ടേ. അനന്തരം വിശുദ്ധ ലിഖിതങ്ങൾ മനസ്സിലാകാൻ തക്കവിധം അവൻ അവരുടെ നയനങ്ങൾ തുറന്നു, അവരുടെ മനസ്സ് തുറന്നു. അതിനുശേഷം യേശു തൻ്റെ അപ്പസ്തലന്മാരെ അയച്ചു, എല്ലാ ജനതകളെയും പഠിപ്പിക്കുവിൻ. ഇത് മത്തായിയുടെ സുവിശേഷത്തിൻ്റെ അവസാനമാണ്. ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ അവസാനം പറഞ്ഞിരിക്കുന്നു, മത്തായിയുടെ സുവിശേഷത്തിൻ്റെ അവസാനം പറഞ്ഞിരിക്കുന്നു, എല്ലാ ജനതകളെയും പഠിപ്പിക്കുവിൻ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവരെ സ്നാനപ്പെടുത്തുവിൻ. സുവിശേഷം പ്രഘോഷിക്കാൻ മാത്രമല്ല പറയുന്നത്, അവരെ സ്നാനപ്പെടുത്തുവിൻ, എല്ലാ ജനതകളെയും പഠിപ്പിക്കുവിൻ. ആരെയും ഒഴിവാക്കാൻ പറയുന്നില്ല. ക്രിസ്ത്യാനികളെ മാത്രമോ അല്ല, എല്ലാ ജനതകളെയും പഠിപ്പിക്കുവിൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവരെ സ്നാനപ്പെടുത്തുവിൻ. അതാണ് വചനപ്രഘോഷണത്തിൻ്റെ ഏറ്റവും പ്രധാന ദൗത്യത്തിൻ്റെ വശം. അത് ജ്ഞാനസ്നാനത്തിൽ ചെന്നെത്തിക്കുന്നു. മാമോദീസ നൽകുവാനുള്ള ദൗത്യം, വചനപ്രഘോഷണത്തിലുള്ള ദൗത്യം പര്യവസാനിക്കേണ്ടത് മാമോദീസ നൽകുവാനുള്ള ദൗത്യത്തിലാണ്. അങ്ങനെ കൗദാശികമായ ദൗത്യം സുവിശേഷം പ്രസംഗിക്കുവാനുള്ള ദൗത്യത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ പലർക്കും പുതിയതായിട്ട് വിശ്വാസത്തിലേക്ക് വന്നവർ, ഞാൻ വിശ്വസിക്കുന്നു, ഇപ്പം ഞാൻ മാമോദീസ സ്വീകരിക്കേണ്ടത് ആവശ്യമൊന്നുമില്ല, എനിക്കല്ലാതെ തന്നെ വിശ്വാസമുണ്ട്, ഞാൻ ഈശോയിൽ വിശ്വസിക്കുന്നു, വചനം പഠിക്കുന്നു, വചനം കാണാപ്പാടം പറയുന്നു, രോഗശാന്തികൾ നടക്കുന്നു, ഇതെല്ലാം നടന്നാലും അത് പോരാ. ഒരുവന്റെ ആത്മാവിന് പൂർണ്ണ രക്ഷ ലഭിക്കണമെങ്കിൽ, ആ രക്ഷയുടെ പൂർണ്ണത ലഭിക്കണമെങ്കിൽ മാമോദീസ സ്വീകരിക്കണം. അതാണ് വിശ്വാസത്തിൻ്റെ കൂദാശകൾ. നമ്മൾ ഈശോ അരുളി ചെയ്ത കാര്യങ്ങൾ വിശ്വസിക്കുന്നു, അത് നമുക്ക് അനുഭവമാകുന്നു. ഇതൊന്നും പോരാ. കൗദാശികമായി വിശ്വാസത്തിൽ നമ്മൾ മുദ്ര കുത്തപ്പെടണം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 3 മുദ്രകളെ കുറിച്ച് പഠിച്ചു. ഒന്ന് മാമോദീസായിലെ മുദ്ര, സ്ഥൈര്യലേപനത്തിൻ്റെ മുദ്ര, വൈദിക പട്ടത്തിൻ്റെ മുദ്ര. അപ്പോൾ മാമോദീസായുടെ മുദ്ര വളരെ പ്രധാനപ്പെട്ടതാണ്. ആ മുദ്ര കിട്ടിയാലേ അടുത്ത 2 മുദ്രകളും കിട്ടുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനം. മാമോദീസായിലൂടെയുള്ള മുദ്ര കുത്തപ്പെട്ടാൽ മാത്രമേ അടുത്തുള്ള ആ മുദ്ര കിട്ടുകയുള്ളൂ. അതുകൊണ്ട്
പ്രത്യേകിച്ച് പുതിയതായി വിശ്വാസത്തിലേക്ക് വന്നിരിക്കുന്ന ആരെങ്കിലും ഈ ഗ്രൂപ്പിൽ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്, നിങ്ങൾ കഴിയുന്നതും വേഗം മാമോദീസ സ്വീകരിക്കണം. എങ്കിൽ മാത്രമേ നമ്മളിൽ ഈ വിശ്വാസം പൂർണ്ണമാകുകയുള്ളൂ. നിങ്ങൾക്ക് അതിലെന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാം, ഞാനത് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഇനി നിങ്ങൾക്ക് അവിടെ സാങ്കേതികമായ തടസ്സങ്ങളുണ്ട്, നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് മാമോദീസ സ്വീകരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിനും നമുക്ക് വ്യവസ്ഥ ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ അതിനെന്നെ അറിയിച്ചാൽ ഞാൻ അതിന് സഹായം ചെയ്യാം. അപ്പോൾ മാമോദീസ നൽകുവാനുള്ള ദൗത്യം, അങ്ങനെ കൗദാശികമായ ദൗത്യം, സുവിശേഷം പ്രസംഗിക്കുവാനുള്ള ദൗത്യത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്നു. എന്തെന്നാൽ ദൈവവചനത്താലും ആ വചനത്തോടുള്ള സമ്മതമാകുന്ന വിശ്വാസത്താലുമാണ് കൂദാശയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കം നടക്കുന്നത്. കൂദാശയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കം നമ്മൾ 10 പ്രമാണങ്ങൾ പഠിച്ചാൽ മാത്രം പോരാ. ദൈവവചനത്താലും ആ വചനത്തോടുള്ള സമ്മതമാകുന്ന വിശ്വാസം. ഇവിടെയാണ് നമ്മൾ കൗദാശികമായി വിശ്വാസം സ്വീകരിച്ചുവെങ്കിലും നേരെ മറിച്ചാണ്. ദൈവവചനത്തിൻ്റെ ആഴത്തിലേക്ക് നമ്മൾ പോകുന്നില്ല. അതുകൊണ്ട് നമ്മുടെ വിശ്വാസം വേണ്ട രീതിയിൽ വളരുന്നില്ല. ദൈവവചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മൾ പോകുന്നില്ല. ദൈവവചനത്തെക്കാൾ ഉപരി, സുവിശേഷത്തെക്കാൾ ഉപരി ഒരുപക്ഷെ മറ്റ് പല സിദ്ധാന്തങ്ങളെയും മറ്റ് പലരുടെയും പ്രബോധനങ്ങളെയും ആത്മകഥകളെയും മരിയ വാൾത്തോർത്തയുടെ പുസ്തകവും വിശുദ്ധ ഫൊസ്റ്റീനായുടെ പുസ്തകവും വേറെ പല പുസ്തകങ്ങളും എല്ലാം വായിച്ച് അതിനാണ് കൂടുതൽ മുൻതൂക്കം കൊടുക്കുന്നത് എങ്കിൽ വിശ്വാസം വളരില്ല. അതിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം നല്ല കാര്യങ്ങളായിരിക്കാം, പക്ഷേ അത് ദൈവവചനമല്ല. അതാണ്, അത് ദൈവവചനമല്ല. എന്തെന്നാൽ ദൈവവചനത്താലും ആ വചനത്തോടുള്ള സമ്മതമാകുന്ന വിശ്വാസത്താലുമാണ് കൂദാശയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കം നടക്കുന്നത്. നമ്മളെ സംബന്ധിച്ച് നേരെ മറിച്ച, നമ്മൾ പാരമ്പര്യമായി ജനിച്ചപ്പോൾ തന്നെ കൂദാശ സ്വീകരിച്ചു. അത് കഴിഞ്ഞ് വളർന്നിട്ടും നമ്മൾ ദൈവവചനത്തിന് മുൻതൂക്കം കൊടുക്കുന്നില്ല. നമ്മൾ പല ആത്മകഥകളും അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ദൈവവചനത്തിൽ ആശ്രയിക്കുന്നതിന് പകരം നമ്മൾ ഉടനെ നൊവേന ചെല്ലുന്നു, പുണ്യാളന്റെ അടുത്തേക്ക് പോകുന്നു. ഇത്ര നൊവേന ചെല്ലിയ കാര്യം നടക്കും, അത് ചെയ്യണം. അത് പോരാ. ഇതൊക്കെ നല്ലതാണ്, പക്ഷെ അത് പോരാ. വിശ്വാസം വളരില്ല. നമുക്കറിയാം, പുണ്യാളന്മാരുടെ നൊവേനയുടെ ദിവസം ട്രാഫിക് ജാമാണ്. ആളുകളെ അത്രയ്ക്ക് ആഗ്രഹമാണ്. എന്തിനാണ്? കാര്യസാധ്യത്തിന് വേണ്ടിയുള്ള കാര്യം ഒക്കെ നടക്കണം, പക്ഷേ അവിടെ വിശ്വാസം വളരുന്നില്ല. വിശ്വാസത്താലാണ് കൂദാശയ്ക്ക് വേണ്ടി ഒരുക്കം നടക്കുന്നത്. എന്നിട്ട് പറയുന്നത്, ജീവിക്കുന്ന ദൈവത്തിന്റെ വചനത്താലാണ് ദൈവജനം പ്രഥമത ഒരുമിച്ച് കൂട്ടപ്പെടുന്നത്. ജീവിക്കുന്ന ദൈവത്തിന്റെ വചനത്താലാണ്. ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങളിൽ ആരെങ്കിലും ഈ ജീവിക്കുന്ന ദൈവത്തിന്റെ വചനത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കാതെ മറ്റേതെങ്കിലും സംഹിതകൾക്കോ പുസ്തകങ്ങൾക്കോ ആത്മകഥകൾക്കോ ഡയറികൾക്കോ ഒന്നാം സ്ഥാനം കൊടുക്കുന്നുണ്ടോ? ഒന്ന് പരിശോധിക്കൂ. ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ 985 ദിവസം ഈ കാറ്റക്കിസം പഠിച്ചിട്ട് എന്നിട്ടും നമ്മുടെ വിശ്വാസം വേണ്ട രീതിയിൽ വളർന്നിട്ടില്ലെങ്കിൽ ഈ പഠിപ്പിക്കുന്ന സാറിനെ ജോലിയിൽ നിന്ന് പിരിച്ചു വിടേണ്ടി വരും. ഇല്ലേ? 985 ക്ലാസ് പഠിപ്പിച്ചിട്ട് തോമസ് പോൾ സാറേ എന്ത് പ്രയോജനം? ഇപ്പോഴും കണ്ടില്ലേ
ഓരോരുത്തര് ജീവിക്കുന്ന ദൈവത്തിന്റെ വചനത്തിനല്ല മുൻതൂക്കം കൊടുക്കുന്നത്, അതിനേക്കാൾ ഉപരി വേറെ ചില പുസ്തകങ്ങളാണ് കൊണ്ടു നടക്കുന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് വീണ്ടും അരുളി ചെയ്യുന്നു, നിങ്ങൾക്ക് ഞാൻ നൽകിയിട്ടുള്ള വിശ്വാസത്തിന്റെ അടിത്തറയിലേക്ക് ചെല്ലുവിൻ. അതിന്റെ അടിത്തറ ആദ്യം പണിയുവിൻ. അതിന്റെ അടിത്തറ ഞാൻ തന്നെ ആകുന്നു. ഞാൻ തന്നെ ആകുന്നു. അതിന്റെ അടിത്തറ എന്റെ വചനമാകുന്നു. ആമേൻ, ആമേൻ. കേട്ടോ, വീണ്ടും കർത്താവ് പ്രവചനം നൽകുകയാണ്. ഇത് ഞാൻ ചോദിച്ചു വാങ്ങിയതൊന്നുമല്ല, ഇപ്പൊ കർത്താവ് അങ്ങ് പറയാൻ. ഇതാണ് പ്രവചനം. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം നിങ്ങൾ. നമ്മുടെ വിശ്വാസത്തിന്റെ അടിത്തറ മാനുഷികമായ സിദ്ധാന്തങ്ങളോ മറ്റേതെങ്കിലും വിശുദ്ധന്റെ പ്രബോധനമല്ല, ഞാൻ തന്നെയാകുന്നു, കർത്താവാകുന്നു, ആ കർത്താവിന്റെ വചനമാകുന്നു. അപ്പോൾ രണ്ടാം വത്തിക്കാൻ കൗൺസിലിലെ വൈദികരുടെ ശുശ്രൂഷയെക്കുറിച്ചുള്ള പ്രബോധന രേഖയാണ് പ്രസ്ബറ്ററോറിയം ഓർഡിനൻസ് എന്ന ആ ഡിക്രിയിൽ നിന്നും ഉദ്ധരിച്ചിരിക്കുകയാണ്. ഇവിടെ എന്താണ്? ജീവിക്കുന്ന ദൈവത്തിന്റെ വചനത്താലാണ് ദൈവജനം പ്രഥമത ഒരുമിച്ച് കൂട്ടപ്പെടുന്നത്. പ്രഥമത വചനപ്രഘോഷണം കൂദാശകളുടെ പരികർമ്മത്തിന് തന്നെ ആവശ്യമുള്ളതാണ്. അപ്പോ കുദാശ പരികർമ്മം ചെയ്യുമ്പോൾ, ഇപ്പൊ മാമോദീസയാണ് കുദാശ പരികർമ്മം ചെയ്യപ്പെടുന്നത് സ്ഥൈര്യലേ. പക്ഷെ നമ്മൾ അതിന് വലിയ ആഡംബരങ്ങളും അതിന് ശേഷമുള്ള പാർട്ടിയും ആ പാർട്ടി നടത്തുന്ന ഹോട്ടലും അതിന്റെ ഡെക്കറേഷനുകളിലും ഒന്നും അല്ല നോക്കേണ്ടത്. അവിടെ പറയുന്ന വചനം എന്താണ്? അവിടെ ആ വന്ന വിരുന്നുകാർക്ക് എന്തെങ്കിലും വചനം കൊടുത്തോ? ആ മാമോദീസ സ്വീകരിക്കുന്ന ആ ശുശ്രൂഷയിൽ ജീവിക്കുന്ന ദൈവത്തിന്റെ വചനത്തിന് എന്ത് സ്ഥാനമാണ് നമ്മൾ കൊടുക്കുന്നത്? വലിയ സങ്കടമുള്ള കാര്യമാണത്. വലിയ സങ്കടകരമായ കാര്യമാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയ നമ്മുടെ അവസ്ഥ. വചനപ്രഘോഷണം കൂദാശകളുടെ പരികർമ്മത്തിന് തന്നെ ആവശ്യമുള്ളതാണ്. ഇപ്പൊ നമ്മൾ നേരത്തെ തന്നെ അച്ഛനോട് പറയാം, അച്ഛോ വേഗം നടത്തണേ, ആ പാർട്ടിക്ക് ഹോട്ടലിൽ ബുക്ക് ചെയ്തേക്കണതാണ്, അത് കൃത്യസമയത്ത് അവിടെ ചെല്ലണം, അതുകൊണ്ട് ഈ പരികർമ്മം വേഗം നടത്തണേ. ഇപ്പോൾ സുവിശേഷം വായിച്ചിട്ട് പെട്ടെന്ന് തീർക്കണേ. സുവിശേഷം വായിച്ചോ, പക്ഷെ അവിടെ വലിയ നീട്ടി പ്രസംഗമൊന്നും ചെയ്യണ്ടട്ടാ കേട്ടോ. ഇതൊക്കെ നമ്മൾ നേരത്തെ അച്ഛനോട് ചട്ടം കെട്ടിയിരിക്കുകയാണെങ്കിൽ അതാണ് നമ്മുടെ വിശ്വാസത്തിന്റെ അവസ്ഥ. അവയുടെ ഉദ്ഭവവും പോഷണവും വചനത്തിൽ നിന്നാണ്. കാരണം കൂദാശകൾ വിശ്വാസത്തിന്റെ കൂദാശകളാണ്. ഇത് വെറും ഒരു ചടങ്ങായിട്ട് അങ്ങ് നടത്തുന്നതിനല്ല, വിശ്വാസത്തിന്റെ കൂദാശകളാണ്. അവയുടെ ഉദ്ഭവവും പോഷണവും വചനത്തിൽ നിന്നാണ്. അപ്പൊ അവിടെ ഏതെങ്കിലും പഴയ നിയമത്തിൽ നമുക്ക് ഇഷ്ടമുള്ള രണ്ട് വചനം പറയാനല്ല. എന്താണ്? ആരുടെ വചനമാണ്? ജീവിക്കുന്ന ദൈവത്തിന്റെ വചനം. ഈ കഴിഞ്ഞ ഞായറാഴ്ചത്തെ ലത്തീൻ ആരാധനാക്രമത്തിലെ സുവിശേഷം എന്തായിരുന്നു? ഈശോ പറഞ്ഞു, കുറെ പേര്, ഈശോയുടെ ശിഷ്യന്മാര് തന്നെ കുറെ പേര് ഇത് കഠിനമാണ് ഈ വചനം എന്ന് പറഞ്ഞ് വിട്ടിട്ട് പോയി. കൂദാശയെക്കുറിച്ചുള്ള പ്രബോധനമാണ് ഈശോ പറഞ്ഞത്. ഞാൻ നൽകുന്ന എന്റെ ശരീരം ഭക്ഷിക്കാതെ നിനക്ക് ജീവനില്ല. പക്ഷെ ശിഷ്യന്മാര് തന്നെ പറഞ്ഞു, ഇത് കഠിനമാണത്, ഇത് ഞങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റില്ല. അവർ പോവുകയാണ്. എന്നിട്ട് ഈശോ പ്രബോധനം മാറ്റിയോ? ആണ് മനുഷ്യന് സ്വീകാര്യമായ പ്രബോധനമല്ല. നമ്മൾ ഓരോ ചാനലുകളും ആളുകളെ കൂട്ടാനുള്ള പ്രബോധനമാണ് കൊടുക്കുന്നത്. ദൈവം എന്താണ് അരുളപ്പാട് തരുന്നതല്ല കൊടുക്കണേ. കൂടുതൽ സബ്സ്ക്രിപ്ഷൻ ഉണ്ടാകണം, കൂടുതൽ ആളുകളുടെ ഹിറ്റ് ഉണ്ടാകണം, അതല്ല വേണ്ടത്. ദൈവം. അപ്പോ ഈശോ മറ്റോട് പറഞ്ഞു, നിങ്ങൾക്കും പോണോ?
നിങ്ങൾക്കും പോണെങ്കിൽ പോയിക്കോളൂ. അപ്പോഴാണ് വിശ്വാസത്തിന്റെ ശബ്ദം, ഞങ്ങൾ എവിടെ പോകാനാണ് കർത്താവേ, നിന്നിൽ മാത്രമാണല്ലോ നിത്യജീവന്റെ വചസ്സുകൾ. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, നമുക്കെല്ലാവർക്കും അതേറ്റ് പറയാം, ഞങ്ങൾ എവിടെയും പോകില്ല, നിന്നിൽ മാത്രമാണല്ലോ നിത്യജീവന്റെ വചസ്സുകൾ. അത് കൂദാശയെക്കുറിച്ചുള്ള പരികർമ്മത്തെക്കുറിച്ചാണ് അവിടെ ആ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ അവസാനം പറയുന്നത്. യേശു 12 പേരോടുമായി ചോദിച്ചു, നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നുവോ? ശിമയോൻ പത്രോസ് മറുപടി പറഞ്ഞു, കർത്താവേ. അപ്പൊ ശിമയോൻ പത്രോസ് മറുപടി പറയുന്നു പറഞ്ഞാൽ വീണ്ടും ശിമയോൻ വിശ്വാസം പ്രഖ്യാപിക്കുകയാണ്. ആ ശിമയോനാണ് മാർപ്പാപ്പയുടെ സ്ഥാനത്ത്. ഇന്നത്തെ ഫ്രാൻസിസ് മാർപ്പാപ്പ അത് തന്നെയാണ് പറയണത്, ഞങ്ങൾ ആരുടെ അടുത്തേക്ക് പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലാണ്. അപ്പൊ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് തെറ്റാവരമില്ല, മാർപ്പാപ്പയ്ക്ക് തെറ്റുപറ്റില്ല എന്ന് നമ്മൾ വിശ്വസിക്കണം. പലരും മാർപ്പാപ്പയുടെ പ്രബോധനത്തെ വേണ്ട രീതിയിൽ ഉൾക്കൊള്ളുന്നില്ല. കാരണം മാർപ്പാപ്പയ്ക്കും തെറ്റുപറ്റാം എന്ന് പലരും വിചാരിക്കുന്നു. അതിന്റെ പ്രധാന കാരണം വിശ്വാസമില്ലായ്മ കൊണ്ടാണ്. മാർപ്പാപ്പ പറയുന്ന കാര്യം ഉൾക്കൊള്ളാനോ അത് വിശ്വസിക്കാനോ സാധിക്കുന്നില്ല നമുക്ക്. അതുകൊണ്ട് അവർ പറയണം. അല്ലെങ്കിൽ അവർ വല്ല ന്യൂസിൽ കേൾക്കുന്നതും മറ്റുള്ള റിപ്പോർട്ടർമാർ പറയണതുമല്ല, മാർപ്പാപ്പ പറയുന്ന കാര്യം നേരിട്ട് ശ്രവിക്കാനുള്ള സംവിധാനം ഇപ്പോഴുണ്ട്. നേരിട്ട് ശ്രവിക്കൂ, ആ പ്രബോധനങ്ങൾ നേരിട്ട് പഠിക്കൂ, അപ്പോഴേ നമ്മുടെ വിശ്വാസം വളരുകയുള്ളൂ. വരുവിൻ, ഇനി നമ്മൾക്ക് 849 പോകാം. 849 പ്രേക്ഷിത ദൗത്യം സഭയുടെ കത്തോലികത്വത്തിന് ഒരു ആവശ്യ ഘടകമാണ്. പ്രേക്ഷിതത്വപരമായ കൽപ്പന രക്ഷയുടെ സാർവത്രിക കൂദാശയായിരിക്കാൻ വേണ്ടി ജനതകളിലേക്ക് ദൈവികമായി അയക്കപ്പെട്ടിരിക്കുന്ന സഭ. കണ്ടോ, സഭ എന്നത് ഒരു കൂദാശയാണ്. രക്ഷയുടെ സാർവത്രിക കൂദാശയായിരിക്കാൻ വേണ്ടി ജനതകളിലേക്ക് 139 ഓക്കെ, ദൈവികമായി അയക്കപ്പെട്ടിരിക്കുന്ന സഭ. അപ്പൊ ലൂമൻ ജൻഷ്യത്തിന്റെ ആദ്യത്തെ പാരഗ്രാഫിൽ തന്നെ പറയുന്നതാണ് സഭ കൂദാശയാണെന്ന്. തന്റെ സ്ഥാപകന്റെ കൽപ്പനയോടുള്ള അനുസരണം കൊണ്ടും തന്റെ തന്നെ സത്താപരമായ സാർവത്രികത ആവശ്യപ്പെടുന്നത് കൊണ്ടും എല്ലാ മനുഷ്യരോടും സുവിശേഷം പ്രസംഗിക്കാൻ യത്നിക്കുന്നു. ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിക്ഷപ്പെടുത്തുവിൻ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അവർക്ക് മാമോദീസ നൽകുവിൻ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ. ഇതാ യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. പ്രൈസ് ദ ലോർഡ്. തുടർന്ന് 1236 കണ്ടോ, 1, 2, 3, 6 1236 മാമോദീസ തന്നെയാണ്. പ്രാരംഭ കൂദാശകൾ 1236 ദൈവവചനത്തിന്റെ പ്രഘോഷണം. ആർത്തികളെയും സമൂഹത്തെയും, അതായത് മാമോദീസ സ്വീകരിക്കാൻ ഒരുങ്ങി വന്നിട്ടുള്ള അവരുടെ മാതാപിതാക്കളെയും ബന്ധുമിത്രാദികളെയും ആർത്തികളെയും സമൂഹത്തെയും ആവിഷ്കൃത സത്യം കൊണ്ട് പ്രബുദ്ധരാക്കുന്നു. മാമോദീസയോട് അവേദ്യമായ ബന്ധപ്പെട്ട വിശ്വാസത്തിന്റെ പ്രത്യുത്തരത്തെ ഉണർത്തുകയും ചെയ്യുന്നു. യഥാർത്ഥത്തിൽ മാമോദീസ സവിശേഷമായ രീതിയിൽ വിശ്വാസത്തിന്റെ കൂദാശയാണ്. കാരണം അത് വിശ്വാസ ജീവിതത്തിലേക്കുള്ള കൗദാശികമായ കവാടമാണ്. പ്രൈസ് ദ ലോർഡ്.
നമുക്കിവിടെ നിർത്താം. നമ്മളെല്ലാവരും നമ്മളുടെ മക്കളും കുഞ്ഞുമക്കൾക്കും എല്ലാം ഇപ്പോൾ മാമോദീസ നൽകുന്ന സമയത്ത് ഇനി നമ്മളിത് ഓർക്കണം. അതുപോലെ നമ്മൾ ആരുടെയെങ്കിലും മാമോദീസായുടെ ആഘോഷത്തിൽ പങ്കുചേരുമ്പോഴും അതിൽ ആ വചന പഠനത്തിനും വചനത്തിൻ്റെ ശുശ്രൂഷയ്ക്കും നമ്മൾ ഓരോരുത്തരും കൂടുതൽ സ്ഥാനം കൊടുക്കണം. എല്ലാവർക്കും നന്ദി. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു. ബൈ ബൈ. ബൈ ബൈ. ബൈ ബൈ.